നമസ്കാരം. ഈ ഒരു വള റബ്ബർ ബാൻഡ് എടുക്കാതെ നിങ്ങൾക്കിത് പുറത്തേക്ക് എടുക്കാനായിട്ട് കഴിയുമോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. നിങ്ങളുടെ മക്കളുടെ ബ്രെയിൻ സൂപ്പറാണോ എന്നും ഇൻ്റലിജൻ്റ് ആണോ എന്നും ക്രിയേറ്റീവ് ആണോ എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന അടുത്തൊരു ആക്ടിവിറ്റിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾ ടേബിളിൽ 2 ആണികൾ ഒരു കാർഡ്ബോർഡിന് മേലെ ഞാൻ തുറച്ചു വെച്ചിട്ടുണ്ട്. ഒപ്പം ഒരു റബ്ബർ ബാൻഡ് ഇതിന് ക്രോസ് ചെയ്ത് വെക്കുന്നു. ഈ റബ്ബർ ബാൻഡിനകത്ത് ഒരു സ്റ്റീൽ റിങ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ റബ്ബർ ബാൻഡ് ഊരാതെ ഈ വള പുറത്തേക്ക് എടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം നമുക്ക് യാതൊരു ഓപ്ഷൻസും ഇല്ല ഇത് നമുക്ക് എടുക്കാനായിട്ട്. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് പൊന്തിച്ച് നോക്കിയാലും നമുക്ക് ഒരു കാരണവശാലും ഇത് എടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ, ക്രിയേറ്റീവ് ആണെങ്കിൽ, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ബുദ്ധിപൂർവ്വം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് നമുക്കിത് പുറത്തേക്ക് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മക്കൾക്ക് 1 മിനിറ്റിനുള്ളിൽ ഈ വള റബ്ബർ ബാൻഡ് ഊരാതെ തന്നെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആണെന്നാണ് ഇതിനർത്ഥം. എന്തായാലും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി കിട്ടിയില്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്കിത് പുറത്തേക്ക് എടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. മാക്സിമം നിങ്ങൾ ശ്രമിച്ചിട്ടും ഇത് ശരിയാകുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ആൻസർ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ചിലർ വിചാരിക്കും ഇത് റബ്ബർ ബാൻഡ് ഊരിയെടുത്തിട്ടാണ് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇതിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റബ്ബർ ബാൻഡിൻ്റെ ഈ വശം നമ്മൾ ആദ്യം നമ്മുടെ ഇടത്തെ കൈയുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കാം. എന്നിട്ട് നമ്മുടെ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇതിനുള്ളിലൂടെ ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മളിതൊന്ന് ഇവിടേക്ക് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് കോർത്ത് വെക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ഈ ഇടത്തെ കയ്യിൽ ചൂണ്ടുവിരൽ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലത്തെ കൈ ഞാൻ ഫ്രീ ആണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് റബ്ബർ ബാൻഡിൻ്റെ ഈ മുൻവശത്തുള്ളത് ഈ വളയോട് ചേർത്ത് തന്നെ നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് ഇവിടെ ചുറ്റി വയ്ക്കുന്നു. അപ്പോൾ ഈ വള ലോക്കായി. എന്നാൽ എൻ്റെ കൈ ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ റബ്ബർ ബാൻഡ് ഒന്നും ഇവിടെ ഊരി മാറ്റുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഇടത്തെ ചൂണ്ടുവിരൽ ഞാനൊന്ന് വിടാനായിട്ട് പോവാണ്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണെന്നല്ലേ, ജസ്റ്റ് നോക്കിക്കോളൂ. ഇങ്ങനെയാണ് നമ്മൾ റബ്ബർ ബാൻഡ് ഊരാതെ ഈ വള പുറത്തേക്ക് എടുക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അതിനുശേഷം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. 1 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്തു തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മിടുക്കരാണ് നിങ്ങളുടെ മക്കൾ എന്നാണ് അതിനർത്ഥം. താങ്ക് യു.